ഈ പരിപാടി കേവല വിനോദത്തിനായി മാത്രം നിർമ്മിക്കപ്പെട്ടതാണ്. ഈ കഥയിൽ ചിത്രീകരിച്ചിരിക്കുന്ന കഥാപാത്രങ്ങൾ, അവരുടെ പേരുകൾ, സ്ഥലങ്ങൾ, സംഭവങ്ങൾ മുതലായവയെല്ലാം സാങ്കല്പിക മാത്രം ആയതിനാൽ ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ആയ യാതൊന്നുമായി ഇവയ്ക്ക് യാതൊരു ബന്ധവുമില്ല. ഏതെങ്കിലും തരത്തിലുള്ള സാമ്യം തോന്നുന്നുണ്ടെങ്കിൽ അത് തികച്ചും യാദൃശ്ചികം മാത്രം. ആ ദിവസം അങ്ങനെ അസ്തമിച്ചു. നേരം വെളുത്ത ശേഷം ഋഷിയോടൊപ്പം ഗാഥയെ കാണാൻ പോകുന്നതിലുള്ള സന്തോഷത്തിലാണ് മെഹക്കും പ്രദയും. ഋഷി പുറത്തേക്ക് പോകാനായി റെഡിയാകുകയായിരുന്നു. പെട്ടെന്ന് അവിടേക്ക് പ്രദ വന്നു. പ്രദയുടെ ഒറ്റ പ്ലേറ്റിനാലുള്ള സാരിയിൽ അവൾ അതീവ സുന്ദരിയായിരുന്നു. ഒരു നിമിഷം താൻ അറിയാതെ തന്നെ ഋഷി അവളെ നോക്കി നിന്നുപോയി. നിമിഷ നേരം ചിന്തിച്ചു നിൽക്കാതെ പ്രദ ഋഷിയോടായി പറഞ്ഞു, ഋഷിയേട്ടാ, ഞാനും നിങ്ങളോടൊപ്പം ഇന്ന് വരികയാണ്. ദീപികയുടെ ചേച്ചിയെ കാണാൻ. അതിനെന്താ, താൻ വരുന്നതിൽ സന്തോഷമേ ഉള്ളൂ. മെഹക്കും പ്രദയും ഋഷിയുടെ കൂടെ പോകാനായി ഒരുങ്ങിയിറങ്ങി. കാറിന്റെ പുറകിലേക്ക് കയറാൻ തുടങ്ങിയ പ്രദയോടായി ഋഷി പറഞ്ഞു, പ്രദ, താനെന്താ പുറകിലിരിക്കാൻ പോകുവാണോ? ഫ്രണ്ടിൽ കയറിയിരിക്കടോ, ഞാൻ തന്റെ ഭർത്താവല്ലേ. ഋഷിയുടെ ആ വാക്കുകൾക്ക് പ്രദ കാതോർത്തിരിക്കുന്നത് പോലെ ഉടൻ തന്നെ അവൾ കാറിന്റെ ഫ്രണ്ട് സീറ്റിൽ കയറിയിരുന്നു. കാർ നേരെ പോയത് തിരുവനന്തപുരം പാളയത്തിലേക്കായിരുന്നു. പ്രദ, വാ, ഇറങ്ങ്, സ്ഥലമെത്തി. ദീപിക, ഇറങ്ങിക്കോ. ഇരുനില വീടിന്റെ ഗേറ്റ് തുറന്ന് ഋഷി അകത്തേക്ക് കയറി. ദീപിക, പ്രദ, വാ. ഗേറ്റ് തുറന്ന് അകത്തേക്ക് കയറവേ മെഹക്കിന്റെയും പ്രദയുടെയും മൂക്കിൽ അവരുടെ ചേച്ചിയുടെ ഗന്ധം ഇരച്ചു കയറി. ഋഷി കോളിംഗ് ബെൽ അടിച്ചതും ഒരാൾ വന്ന് വാതിൽ തുറന്നു. മരിച്ചുപോയെന്ന് എല്ലാവരും കരുതിയ ഗാഥ. തങ്ങൾ കാണുന്നത് സ്വപ്നമാണോ എന്ന് മെഹക്കും പ്രദയും ചിന്തിച്ചു. പെട്ടെന്ന് ഋഷിക്കൊരു ഫോൺ കോൾ വന്നതും, ഒരു മിനിറ്റ് എന്ന് പറഞ്ഞ് ഋഷി കാറിനരികിലേക്ക് പോയി. തന്റെ സഹോദരിമാരെ കണ്ട ഗാഥ ശരിക്കും ഞെട്ടിപ്പോയി. ഗാഥയെ കണ്ടതും ചേച്ചി എന്ന് വിളിച്ചുകൊണ്ട് മെഹക്ക് ഓടിപ്പോയി ഗാഥയെ കെട്ടിപ്പിടിച്ചു. ചേച്ചി, ചേച്ചി ഇപ്പോഴും. വാക്കുകൾ പൂർത്തിയാക്കാനാകാതെ മെഹക്കിന്റെ കണ്ണുകൾ നിറഞ്ഞു കവിയുകയായിരുന്നു. ഋഷി പോയ നേരം നോക്കി പ്രദയും ഗാഥയുടെ അരികിലേക്ക് ഓടി. ഗാഥയെ കെട്ടിപ്പിടിച്ചു. ചേച്ചി, വല്യേച്ചി. ഗാഥ ഇരുവരെയും അടർത്തി മാറ്റി. അപ്പോഴേക്കും ഋഷി തിരിച്ചെത്തിയിരുന്നു. ഋഷി, വാ, അകത്തോട്ടിരിക്കാം. ഗാഥ വിളിച്ചതും ഋഷി അകത്തേക്ക് കയറി. അപ്പോഴേക്കും മുകളിലത്തെ നിലയിൽ നിന്നും സ്റ്റെപ്പ് ഇറങ്ങി അർജുനും വരുന്നുണ്ടായിരുന്നു. അർജുനെ കണ്ട പ്രദയും മെഹക്കും ഞെട്ടിപ്പോയി. അർജുൻ നേരെ വന്ന് ഋഷിയോട് സംസാരിക്കുകയായിരുന്നു. ഇതേസമയം തന്റെ സഹോദരിമാരെയും കൂട്ടി ഗാഥ അടുക്കളയിലേക്ക് പോയിരുന്നു. മെഹക്കിന്റെയും പ്രദയുടെയും പക്കൽ 100,000 ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. മെഹക്ക് തന്നെ ചോദ്യങ്ങൾ തുടങ്ങി വെച്ചു. ചേച്ചി, ചേച്ചി എങ്ങനെയാ ഇത്രയും വലിയ അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടത്? മാത്രമല്ല, ചേച്ചി മത്സ്യലോകത്തേക്ക് എന്തുകൊണ്ട് മടങ്ങി വന്നില്ല? നമ്മളെല്ലാം ചേച്ചിയുടെ വിയോഗത്തിൽ വിഷമിച്ചു കഴിയുമ്പോൾ ചേച്ചി സന്തോഷ ജീവിതം ആസ്വദിക്കുകയായിരുന്നു, അല്ലേ? ചേച്ചിയിൽ നിന്നും ഒരിക്കലും നമ്മളിത് പ്രതീക്ഷിച്ചില്ല. മെഹക്കിന്റെ വാക്കുകളാൽ ഗാഥയുടെ കണ്ണുകൾ നിറഞ്ഞു. പ്രദയും ഒപ്പം ചോദ്യങ്ങൾ തുടങ്ങിയിരുന്നു. ചേച്ചിക്ക് വേണ്ടി പ്രതികാരത്തിനിറങ്ങിയ നമ്മൾ ഇപ്പോൾ ആരായി? അർജുനേട്ടനും ചേച്ചിക്കും എങ്ങനെ കഴിഞ്ഞു ഇതിനെല്ലാം? ചോദ്യങ്ങളുടെ ശയ്യയുടെ ഒരു ഘട്ടം അവസാനിച്ചപ്പോൾ ഗാഥ അതിനുത്തരം പറയാൻ തയ്യാറായി കഴിഞ്ഞിരുന്നു. ഗാഥയുടെ കണ്ണുകൾ നിറഞ്ഞു കവിഞ്ഞു. മോളെ പ്രദ, ദീപിക, നിങ്ങളുടെ ചോദ്യങ്ങളെല്ലാം ന്യായമാണ്. എല്ലാത്തിനുമുള്ള ഉത്തരം ഞാൻ നിങ്ങൾക്ക് തരാം. പക്ഷേ ഇപ്പോ ഋഷി ഇവിടെയുണ്ട്. ഋഷി ഉള്ളപ്പോ എനിക്ക് പറ്റില്ല. പെട്ടെന്നാണ് ഗാഥ അത് ശ്രദ്ധിച്ചത്. പ്രദയുടെ നെറ്റിയിലെ സിന്ദൂരം. പ്രദ, നിന്റെ വിവാഹം കഴിഞ്ഞോ? യാഷ്ലിക്ക് ആ ഭാഗ്യം ലഭിച്ചോ? നിങ്ങളുടെ പ്രണയം സഫലമായോ പ്രദ? പെട്ടെന്ന് പ്രദയുടെ മുഖം മങ്ങി. അവൾ തുടർന്നു. അതെ ചേച്ചി, വിവാഹം കഴിഞ്ഞു. പക്ഷെ ഭർത്താവ് ഋഷിയേട്ടനാണെന്ന് മാത്രം. പെട്ടെന്നൊരു ഞെട്ടൽ ഗാഥയുടെ മുഖത്ത് പടർന്നു. മോളെ, നീ എന്തായി പറയുന്നത്? അതെ, എനിക്ക് എന്റെ പ്രണയം മറന്ന് ഋഷിയേട്ടനെ വിവാഹം കഴിക്കേണ്ടതായി വന്നു. ഗാഥയുടെ ഞെട്ടൽ ദേഷ്യത്തിലെത്തിയിരുന്നു. നീ എന്താ പ്രദ ഈ ചെയ്തത്? യാശ്രിയുടെ ദിവ്യ പ്രണയം നീ മറന്നെന്നോ? പ്രദയ്ക്ക് ദേഷ്യം കയറി തുടങ്ങിയിരുന്നു. ചേച്ചി, എല്ലാം ചേച്ചി കാരണമാ. ചേച്ചി ഇപ്പോൾ പറഞ്ഞല്ലോ ദിവ്യ പ്രണയമെന്ന്. അതേ ദിവ്യ പ്രണയമായിരുന്നു. ചേച്ചിയോടുള്ള സ്നേഹത്തിന് മുൻപിൽ എനിക്കെന്റെ പ്രണയത്തെ ത്യജിക്കേണ്ടതായി വന്നു. ഇതിനെല്ലാം കാരണം ചേച്ചി മാത്രമാണ്. ചേച്ചിയെ കൊന്നവരോടുള്ള പ്രതികാരത്തിന്റെ ആദ്യ പടിയായിരുന്നു ഇതെല്ലാം. പക്ഷേ ചേച്ചിയോടുള്ള അമിത സ്നേഹത്താൽ ഇപ്പോൾ നശിച്ചത് എന്റെ ജീവിതമാണ്. എന്നെ ജീവന തുല്യം സ്നേഹിച്ചിരുന്ന യാഷിനും എന്നെ ജീവനേക്കാളേറെ സ്നേഹിക്കുന്ന ഋഷിയേട്ടനും നടുവിൽ പെട്ടിരിക്കുകയാണ് ഞാൻ. ഋഷിയേട്ടൻ ചേച്ചിയെ കൊന്നുവെന്ന് ഞാൻ കരുതി. പക്ഷെ അല്ല. അങ്ങനെയുള്ളപ്പോൾ എനിക്കെങ്ങനെ ഋഷിയേട്ടനെ ചതിക്കാൻ കഴിയും? മറുഭാഗത്ത് ഞാൻ പ്രതികാരം പൂർത്തിയാക്കി ഋഷിയെയും കൊലപ്പെടുത്തി തിരിച്ചു വരുന്നതും കാത്ത് എന്നെയും പ്രതീക്ഷിച്ചിരിക്കുന്ന യാഷ്ലി. ഞാനെന്ന സ്ത്രീ ഇവരുടെ 2 പേരുടെയും സ്നേഹത്തിൽ ഏത് സ്വീകരിക്കും? ഋഷിയേട്ടനെയോ
യാഷിനെയോ? ഈ അവസ്ഥയ്ക്കെല്ലാം കാരണം ചേച്ചി ഒറ്റൊരുത്തിയാണ്. കേൾക്കുമ്പോൾ ഇത് നിസ്സാരമായി തോന്നിയേക്കാം, പക്ഷേ അവരവരുടെ ജീവിതാനുഭവങ്ങളിൽ വരുമ്പോൾ മാത്രമേ അതിന്റെ നീറ്റിലറിയാൻ കഴിയൂ. ഇത്രയും പറഞ്ഞ് കണ്ണ് നിറഞ്ഞുകൊണ്ട് പ്രദ ഗാഥക്കരികിൽ നിന്നും ഋഷിയുടെ അടുത്തേക്ക് വന്നു. പിന്നാലെ ഗാഥക്കരികിൽ നിന്നും മെഹക്കും പോയി. പ്രദ ഹാളിലേക്ക് എത്തിയതും അർജുനോട് സംസാരിച്ചിരിക്കുന്ന ഋഷി പെട്ടെന്നാണ് പ്രദയുടെ കണ്ണിലെ കണ്ണീർ കണ്ടത്. പ്രദ, എന്താ നീ കരഞ്ഞോ? പകച്ചു നിന്ന പ്രദ ഋഷിയോടായി പറഞ്ഞു. ഋഷിയേട്ടാ, നമുക്ക് പോകാം. എന്താ പ്രദ ഇത്? നമ്മളിപ്പോ വന്നതല്ലേ ഉള്ളൂ. നമുക്ക് പോകാം ഋഷിയേട്ടാ. അത് പിന്നെ പ്രദ. ഋഷിയെ വാക്കുകൾ പൂർത്തിയാക്കാൻ അനുവദിക്കാതെ പ്രദ തുടർന്നു. ഋഷിയേട്ടാ, നമുക്ക് ആള് മാറിപ്പോയി. ഇത് ദീപികയുടെ ചേച്ചിയല്ല. വാ പോകാം. ഋഷി ആകെ ഞെട്ടിയിരുന്നു. എന്താ പ്രദ നീ പറയുന്നത്? ശരിയാണോ ദീപിക? പ്രദയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മെഹക്കും അവളുടെ കൂടെ തന്നെ നിലകൊണ്ടു. അതെ ഋഷി, ഇത് എന്റെ ചേച്ചിയല്ല. എനിക്ക് ആള് മാറിപ്പോയതാ. ഋഷി സംസാരിച്ചിട്ട് വരും. ഞാനും പ്രദയും കാറിലുണ്ടാകും. മെഹക്കിന്റെയും പ്രദയുടെയും വാക്കുകൾ കേട്ടുനിന്ന ഗാഥയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. ആരും കാണാതെ സാരിയുടെ തുമ്പറ്റം കൊണ്ട് ഗാഥ കണ്ണുകൾ തുടച്ചു. അർജുനോട് യാത്ര പറഞ്ഞ് ഋഷിയും അവിടെ നിന്ന് ഇറങ്ങി. കരഞ്ഞു കലങ്ങിയ കണ്ണുമായി പ്രദ കാറിനരികിലേക്ക് നടക്കുന്നുണ്ടായിരുന്നു. അവളുടെ മനസ്സാകെ തകർന്നിരുന്നു. റോഡ് ക്രോസ് ചെയ്യുന്ന പ്രദയെ ഒരു വണ്ടി ഇടിക്കാനായി വന്നതും വേഗം ഋഷി അവിടേക്ക് ഓടി വന്നു. പ്രദയെ തള്ളി മാറ്റിയതും ആ കാർ നേരെ വന്ന് ഋഷിയെ ഇടിച്ച് ദൂരേക്ക് തെറിപ്പിച്ചു. ഋഷിയുടെ തല ശക്തിയായി റോഡിലിടിച്ചു. ഋഷിയുടെ വായിൽ നിന്നും ചോര ഒഴുകാൻ തുടങ്ങി. ഋഷിയേട്ടാ എന്ന് വിളിച്ചുകൊണ്ട് പ്രദ ഋഷിയുടെ അരികിലേക്ക് ഓടി. ഋഷിയുടെ തലയെടുത്ത് തന്റെ മടിയിൽ വെച്ച് പ്രദ അലറി കരയുന്നുണ്ടായിരുന്നു. ഋഷിയേട്ടാ, കണ്ണു തുറക്ക്. ഋഷിയേട്ടാ, നിങ്ങൾക്കൊന്നും സംഭവിക്കാൻ ഞാൻ അനുവദിക്കില്ല. കണ്ണു തുറക്ക് ഋഷിയേട്ടാ. അതോടൊപ്പം ഋഷിയുമായുള്ള തന്റെ നല്ല മുഹൂർത്തങ്ങളെല്ലാം പ്രദ ആലോചിക്കുന്നുണ്ടായിരുന്നു.